ഹലോ ഗൈസ്, അഫോർഡബിൾ റേഞ്ചിന് തെമ്മൂന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് മെറ്റേണിറ്റി വെയേഴ്സും പിന്നെ ഒരു ബ്രേസ്ലെറ്റും ഒരു വാച്ചുമാണ് നമ്മളിന്ന് ഇവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 270 ഖത്തറി റിയാലിനാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഈ ഒരു ബ്രേസ്ലെറ്റാണ് കേട്ടോ, ബ്രേസ്ലെറ്റും റിങ്ങും കൂടിയിട്ട്. പിന്നെ ഇതേ ഈ ഒരു വാച്ച്, ഈ വാച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വാച്ചാണ്. ഒരു സ്നേക്ക് മോഡലുള്ള ഒരു വാച്ചാണിത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു വാച്ചായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുൾ ഡ്രസ്സുകളാണ്. ഈ ഒരു ടീഷർട്ട് വാങ്ങി. ഈ ടീഷർട്ടിൻ്റെ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റാണ്. പക്ഷേ ഈ ഒരു പട്ടിക്കുട്ടി എന്ന് പറയുന്നത് അത് പ്രിൻ്റഡാണ്. നമ്മൾ പെട്ടെന്ന് ജീൻസാണെന്ന് വിചാരിക്കും. ഇനി നെക്സ്റ്റ് വരുന്നത് മെറ്റേണിറ്റി വെയർ തന്നെയാണ്. രണ്ട് സൈഡിലും പോക്കറ്റൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ക്ലോത്ത് അത്ര സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല. അടുത്തത് നെക്സ്റ്റ് ഒരു മെറ്റേണിറ്റി വെയറാണ്. അപ്പോൾ ഇതിൻ്റെ ക്ലോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല തണവുള്ള സമയത്തൊക്കെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നല്ല ചൂടാണ് അത് തൊടുമ്പോൾ തന്നെ. ഇനി അടുത്തത് ഒരു ഫ്രോക്ക് മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുണ്ട്, വൈബ്രൻ്റ് ആയിരുന്നു. ഇനി നെക്സ്റ്റ് ഒരു ഫ്രോക്ക് പോലത്തെ തന്നെയാണ്. രണ്ട് സൈഡിന് പോക്കറ്റൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ സ്ട്രെച്ചബിൾ ആണ്. അതുപോലെ തന്നെ ഭയങ്കര നൈസ് ക്ലോത്ത് പോലെ എനിക്ക് തോന്നി. അടുത്തത് മെറ്റേണിറ്റി പാൻസ് ആണ്. ഏറ്റവും അത്യാവശ്യമുള്ളൊരു സംഭവമാണ്. നമ്മുടെ വയറൊക്കെ നല്ല കയറാനൊക്കെ പറ്റിയിട്ടുള്ള രണ്ട് പാൻസാണ്. ഒന്ന് ജീൻസ് പാച്ച് വർക്ക് ഉള്ളതാണ്, പിന്നെ മറ്റൊന്നൊരു ലെഗിൻസ് ടൈപ്പാണ് എടുത്തത്. രണ്ടും നല്ലൊരു ക്വാളിറ്റി ആയിരുന്നു. പിന്നെ നമ്മുടെ ഇന്നർ വെയർ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണം കൂടി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ല ക്വാളിറ്റി.